പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിച്ചാൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത് അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളായി മാറിയതുകൊണ്ടാണ്. എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് കോൺഗ്രസ്സുകാരനാക്കിയത്? എനിക്കിത് മനസ്സിലാവുന്നതേ ഇല്ല. രാജ്യത്തും അധികാരത്തിലില്ല, സംസ്ഥാനത്തും അധികാരത്തിലില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ എന്തിനാണ് ഇനി ഞാനും കൂടെ അടികൊണ്ട് എണീച്ചടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ വിമർശിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ പല ആൾക്കാരും സംഘി എന്ന് വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ വിളിക്കുന്നത് കണക്കുള്ള ഒരു വർഗീയവാദിയല്ല ഞാൻ. മനുഷ്യനെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭിന്നിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോട് ഒരു കാലത്തും ഞാൻ യോജിക്കാറില്ല. 52 വയസ്സ് വരെ ഇന്ത്യ മഹാരാജ്യത്തൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്നൊരു മനുഷ്യൻ നടന്നു കയറിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. ഒരു ഭക്ഷണം കഴിച്ചാൽ വയറിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലും അറിയാതെ ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ജനിച്ചു വളർന്ന രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റും? വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പുറകെ ശിങ്കിടി കളിച്ച് നടന്ന് അയാളുടെ ഇഷ്ടം പിടിച്ചു പറ്റി സിനിമയിൽ ഡേറ്റ് ഒപ്പിച്ച് സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെ പോലെ അല്ല അഖിൽ. പുള്ളിക്കൊക്കെ കോൺഗ്രസ്സുകാരനുള്ള എല്ലാ യോഗ്യതയുണ്ട്. കാര്യം നേതാക്കന്മാരുടെ ആസനം താങ്ങി നടക്കുന്നവന്മാർക്കൊക്കെ പെട്ടി താങ്ങി നടക്കുന്നവർക്ക് സീറ്റ് കിട്ടുന്ന ഒരു കാലം കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇന്നലകളിൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഞാൻ ഈ 2020 ഇന്ത്യയുടെ ഭാഗമായ ആ നിമിഷം, ആ മൊമെൻറ്റിൽ അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ രാജ്യത്ത് മതം നോക്കി പലരും പറയുന്ന കണക്ക് അല്ലെങ്കിൽ മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് കൊന്ന ഒരു ഇന്ത്യൻ പൗരൻ, ഒരു മലയാളിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയി അവരെ കണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് പോലും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം അപകടകരമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഇതിനെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നുള്ള 2020 NDA സ്ഥാനാർത്ഥി അഖിൽ മാരാറാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രചരണ പരിപാടികളൊക്കെ എവിടെ വരെയായി? വളരെ മനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഓരോ ദിവസവും നമ്മളിങ്ങനെ ഒരു ഉത്സവം പോലെ നമ്മൾ പ്രചരണം കൊണ്ടാടുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തൃക്കാക്കര മണ്ഡലം രാഷ്ട്രീയം നോക്കിയിട്ട് മാത്രമല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതാണ് കാണാൻ പറ്റുന്നത്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളെയാണ് നോക്കുന്നതെങ്കിൽ അനുയോജ്യനായ വ്യക്തി ഞാനാണെന്നുള്ളത്. അപ്പം ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണോ? തീർച്ചയായിട്ടും. കാര്യം വിവിധ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഒരേ സമയം ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നൊരു സാധാരണക്കാരനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സഞ്ചരിച്ച വിവിധ മനുഷ്യരുണ്ട്. അതായത് ജീവിക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിച്ച പല മനുഷ്യരുണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാവുന്നത് പറഞ്ഞു കേട്ടോ പുസ്തകങ്ങൾ വായിച്ചോ അറിഞ്ഞ ജനമല്ല, കണ്ടറിഞ്ഞ ജനം, അനുഭവിച്ചറിഞ്ഞ ജനം, അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ ജീവിത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാത്ത പല ജോലികളും ഇല്ല. അപ്പം ഒരു റോഡ് സൈഡിൽ നിന്നുകൊണ്ട് വഴിയോര കച്ചവടം ചെയ്യുന്ന ഒരു വഴിയോര കച്ചവടക്കാരനെ എനിക്കറിയാൻ കഴിയാവുന്നത് ഞാൻ ആ കച്ചവടം ചെയ്തതുകൊണ്ടാണ്. ഒരു സാധാരണ ഒരു പെട്ടിക്കട പോലത്തെ ഒരു കടയിൽ കച്ചവടം ചെയ്യുന്നവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാവുന്നത് തീർച്ചയായിട്ടും അവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയാലും വണ്ടിക്കച്ചവടമായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇതെങ്ങനെ ഞാൻ പറഞ്ഞത് കച്ചവടത്തിൻ്റെ വിവിധ സാധ്യത, മീൻ കച്ചവടം ഉൾപ്പെടെ ഓരോ തുറയിൽപ്പെട്ട ഓരോ വിവിധ മേഖലകളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതുപോലെ സാധാരണക്കാരിൽ തന്നെ ഏറ്റവും താഴെത്തട്ട് ജീവിച്ച മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാവുന്നത് ഞാൻ ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട്, വാടക വീടുകളിൽ താമസിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കറിയാൻ കഴിയാവുന്നത് അങ്ങനെ ജീവിച്ച ഒരാളായതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കും ഏറ്റവും പാവപ്പെട്ടവനെ മാത്രം ഒരു നിയമ സാമാജികം പരിഗണിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, അതിനപ്പുറത്തേക്ക് ഒരു മിഡിൽ ക്ലാസ്, ഒരു അപ്പർ ക്ലാസ് ഫാമിലിയുടെ ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു ആഡംബര വാഹനം ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പം ഒരുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഈ രാജ്യത്തൊരു മഹാപരാധമായി കാണുന്ന ഒരു വിഭാഗം പേരുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. പണ്ട് ഇപ്പം ജോജു ജോർജ് കോൺഗ്രസ് പാർട്ടിയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആരോ ചോദിച്ചു, നിനക്ക് പണം ഉണ്ടായതിൻ്റെ അഹങ്കാരമാണോ? ജോജു പറഞ്ഞ മറുപടി അതേടാ അധ്വാനിച്ചുണ്ടാക്കിയതാടാ എന്ന് പറഞ്ഞു. സീരിയസ്ലി നമ്മൾ പറയുന്നത് ഒരുവൻ രക്ഷപ്പെട്ടെങ്കിൽ അവനും ബുദ്ധിമുട്ടുണ്ടാവും. അവന് ഒരുപക്ഷെ മറ്റൊരാളെക്കാട്ടിയും ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഇപ്പം കോവിഡ് വന്ന സമയത്ത് സാധാരണക്കാരൻ ബുദ്ധിമുട്ടുമ്പോൾ യൂസഫ് അലി സാഹിബിൻ്റെ വലിയ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ അദ്ദേഹത്തിനുണ്ടാവും. അപ്പം അങ്ങനെ ഈ ബുദ്ധിമുട്ടുകൾ വ്യത്യസ്ത സ്ഥലത്തിൽപ്പെട്ട മനുഷ്യർക്ക് വ്യത്യസ്തമായിരിക്കും. അവരെയൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ മാറുമ്പോൾ എനിക്ക് ഈ പുതിയ തലമുറ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതിലൂടെ വരുമാനം ഉണ്ടാക്കിയ ഒരാൾ എനിക്കറിയാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്നും പുതിയ തലമുറയുടെ ചിന്ത എന്താണെന്നും എനിക്ക് എൻ്റെ മക്കളുടെ തന്നെ ടേസ്റ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പാട്ട് കേട്ടാൽ എനിക്കിഷ്ടപ്പെടുന്ന പാട്ടല്ല അവർക്കിഷ്ടം. ഇടയ്ക്കൊരു കാറിലിരുന്നപ്പം ഞാനേതോ പഴയ മനോഹരി നിൻ മനോരഥത്തിൽ എന്ന പാട്ട് ഇട്ടപ്പോഴത്തേക്ക് സോഡാ പോപ്പ് അങ്ങോട്ട് വെക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് അത്തരം പോപ്പ് മ്യൂസിക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറയുടെ ചിന്തകളും ടേസ്റ്റുകളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കോൺഫിഡൻസ്. തൃക്കാക്കര ഇവരെ എല്ലാവരുമായി ചേർന്ന് ഒരു മിക്സഡ് നാടാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പല പ്രദേശത്തു നിന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരെക്കാളും 10 ഇരട്ടിയിലധികം ജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്ന് വന്ന് താമസിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലാക്കി കൊണ്ടുപോകണം ഇവിടുത്തെ ഒരു MLA എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും, അവരെ മനസ്സിലാക്കാൻ കഴിയും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. അവരെ ചതിക്കാത്ത ഒരാളായിരിക്കും, പറ്റിക്കാത്ത ഒരാളായിരിക്കും.
നേരത്തെ ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെയും കൂടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കാക്കര എന്ന്. അത് പറയുമ്പോഴും കഴിഞ്ഞ തവണ ഉമാ തോമസ് ഇവിടെ വിജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പ്രധാന വെല്ലുവിളിയായിട്ട് കാണുന്നത് എന്താണ്? അല്ല, ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരു വെല്ലുവിളിയും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഉമ ചേച്ചിക്ക് നമ്മുടെ കഴിഞ്ഞ തവണ ഇവിടെ കിട്ടാനുണ്ടായ ഭൂരിപക്ഷം, ഞാൻ എല്ലായ്പ്പോഴും ഒരാൾ എങ്ങനെ ജയിച്ചു, ഒരാൾ എങ്ങനെ തോറ്റു എന്നുള്ളതാണ് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നത്. പരാജയപ്പെട്ടവന് മാത്രമേ ജയത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്താൻ പറ്റൂ. ഇപ്പോൾ ഒരാൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്, അയാൾക്ക് അന്നത്തെ ദിവസം അയാൾക്ക് കാലിന് ചില പ്രശ്നങ്ങളുണ്ട്, അയാൾ ആ മത്സരത്തിൽ 3-ാം സ്ഥാനത്തെ വന്നുള്ളൂ. അയാൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വയ്യാത്ത കാലും കൊണ്ട് ഓടിയാണ് 3-ാം സ്ഥാനത്തെത്തിയെങ്കിൽ കാല് സ്ട്രോങ് ആയാൽ അവൻ 1-ാം സ്ഥാനത്തെത്തും. അപ്പം പരാജയപ്പെട്ടവനെയാണ് ഞാൻ പേടിക്കുന്നത്. ജയം പരാജയങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ തൃക്കാക്കരയെ സംബന്ധിച്ച് PT തോമസിൻ്റെ മരണം, അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടം, പിണറായി വിജയനോട് ജനത്തിനുണ്ടായൊരു വിരോധം, അപ്പം സ്വാഭാവികമായും ഇതിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ അനുകൂലമായി മാറുന്നത്. അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം ഉമ്മ തോമസ് എന്ന് പറയുന്ന MLA-യുടെ പ്രവർത്തനങ്ങളായിരിക്കണം ഇവിടെ ചർച്ചയാവുന്നത്. അത് ചർച്ചയാകുന്ന സമയത്ത് ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം ഒരു മികച്ച MLA എന്ന നിലയിൽ ഉമ്മച്ചേച്ചി ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇത് ഈ 1 ലക്ഷം വോട്ട് എന്ന് പറയുന്നതും 10,000 വോട്ടെന്ന് പറയുന്നതും വോട്ടെന്ന് പറയുന്നതും ഒക്കെ ഈക്വലാണ്. കാര്യം ഒരുവൻ്റെ മനസ്സിലെ ചിന്തയാണ് വോട്ടായി ബാലറ്റ് പെട്ടിയിലേക്ക് മാറുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെ ഒരു 50,000 പേർ ചിന്തിച്ചാൽ, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഒരാളോ ഒക്കെ ചിന്തിക്കുകയാണ്, ഒരു വോട്ട് ഞാൻ ഇത്തവണ അഖിലിന് കൊടുക്കും, ഞാൻ ആരത്തും പറയുന്നൊന്നുമില്ല. ഇതുപോലെ ഒരു 50,000 പേർ ഈ തൃക്കാക്കരയുടെ മണ്ണിൽ എവിടെയെങ്കിലും ഇരുന്ന് ചിന്തിച്ചാൽ ഒരു നിശബ്ദമായ 50,000 വോട്ടുകൾ ബാലറ്റ് പെട്ടിയിൽ രേഖപ്പെടുത്തും, പോളിംഗ് ബൂത്തിലെത്തും. അപ്പം അത് പൊളിറ്റിക്കലി ബയാസ്ഡ് അല്ലാത്ത, പൊളിറ്റിക്കലി അഗ്രസീവ് അല്ലാത്ത ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ജനത്തിനോട് സംസാരിച്ച് അവരെ ചിന്തിപ്പിച്ച് ബോധമുള്ള ഒരു ചിന്ത, അതായത് രാഷ്ട്രീയ അടിമത്വം ഇല്ലാതെ, ഇപ്പം പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിച്ചാൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത് അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളായി മാറിയതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ അടിമകളല്ലാത്ത ഒരു ജനതയ്ക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളല്ലാത്തൊരു ജനതയ്ക്ക് മാത്രമേ സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റൂ. സ്വതന്ത്രമായി ചിന്തിച്ച് ശരികൾക്ക് തേടിയുള്ള യാത്രകൾ, അപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ശാസ്ത്രം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണെന്ന് പറയും. അങ്ങനെ തുടങ്ങണമെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. ജനം ചിന്തിച്ച് വോട്ട് ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മുമ്പ് അഖിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, BJPക്ക് എതിരെ സംസാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ആള് തന്നെ വീണ്ടും NDA സഖ്യത്തിനൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ പഠിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയമായിരുന്നു. അതിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് ഇപ്പം നിലപാടിലെ മാറ്റം തന്നെ പറയാൻ പറ്റും. കാരണം അത്രയും നിശിതമായി വിമർശിച്ചിരുന്ന വ്യക്തിയായിരുന്നു BJPയെ. എങ്ങനെയാണ് ആ ഒരു മാറ്റം വന്നത് പിന്നീട്? അപ്പം ശ്രീലക്ഷ്മി മാധ്യമപ്രവർത്തകയല്ലേ, ശ്രീലക്ഷ്മി രാവിലെ ഒരുപക്ഷെ കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടാവും, ഉച്ചയ്ക്ക് BJP അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടാവും, വൈകിട്ട് CPM-നെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഇത് നിലപാടിലെ മാറ്റമാണോ അതോ ഒരു സ്വതന്ത്ര നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യമാണോ? സ്വാതന്ത്ര്യമാണെന്ന് പറയാം. അപ്പോൾ ഒരു സ്വതന്ത്ര പൗരൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു അഖിൽമാരാർക്കുണ്ടായിരുന്നത്. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാരവാഹിയല്ല. എന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും കിടന്ന് എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കിയത്, എനിക്കിത് മനസ്സിലാവുന്നതേ ഇല്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറല്ല, BJPയുടെ മെമ്പറല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറല്ല. ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര പൗരൻ എന്ന നിലയിൽ പ്രതിപക്ഷ സ്വരത്തിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന BJPയെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളെയോ ഞാൻ വിമർശിച്ചിട്ടുള്ളത് ഒരു സ്വതന്ത്ര പൗരൻ എന്ന നിലയിലാണ്. ഞാൻ പിണറായി വിജയനെ വിമർശിച്ചിട്ടുള്ളത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടും ഒരു സ്വതന്ത്ര പൗരൻ എന്ന നിലയിൽ ഒരു പ്രതിപക്ഷ നിരയുടെ ഭാഗമായിട്ട് വിമർശിച്ചതാണ്. കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടി രാജ്യത്തും അധികാരത്തിലില്ല, സംസ്ഥാനത്തും അധികാരത്തിലില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ എന്തിനാണ് ഞാനും കൂടെ അടികൊണ്ട് എണീച്ചടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ വിമർശിക്കേണ്ട കാര്യം വരുന്നില്ല. ഒന്നാമത് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ വിവരക്കേടുകൾ ഒരു പരിധിക്കപ്പുറം ഞാൻ ഒരിക്കൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഒരു സ്ഥലത്ത് സംസാരിക്കുകയോ ഒരു വരി പോലും എഴുതുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ. അതേസമയം നിങ്ങൾ ഒരു ഭാഗത്ത് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ ഞാൻ സവർക്കർക്ക് ജന്മദിനാശംസകൾ നേർന്ന ഒരാളാണ്. സംഘി എന്നുള്ള വിളി ഒരുപാട് കേട്ട ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് എന്നെ പിടിച്ച് എല്ലാവരും കൂടി ചേർന്ന് കോൺഗ്രസ് ആക്കുന്നത്? ഒരു സ്വതന്ത്ര പൗരൻ അഭിപ്രായം പറയുമ്പോൾ അവന് നിലപാടുകളിൽ മാറ്റം ഉണ്ടാവുകയല്ല, വിഷയത്തിൻ്റെ ശരിക്കനുസരിച്ച് വിഷയാധിഷ്ഠിതമായി സംസാരിക്കുന്ന ഒരുവന് ആ പർട്ടിക്കുലർ വിഷയത്തിൻ്റെ ശരി BJPക്ക് ഒപ്പമാണെങ്കിൽ BJP, കോൺഗ്രസിനൊപ്പമാണെങ്കിൽ കോൺഗ്രസ്, CPM-നൊപ്പമാണെങ്കിൽ CPM. പക്ഷേ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ നിശബ്ദനാകും. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഭരിക്കുന്ന സർക്കാരിന് നമ്മളായിട്ടൊരു സപ്പോർട്ട് അവിടെ കൊടുക്കണ്ട എന്ന് ചില പോയിന്റുകൾ നമ്മൾ കരുതും. കാരണം അവർക്ക് ഒരുപാട് തെറ്റുകൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്, ഈ ഒരു സപ്പോർട്ടായിരിക്കും പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു PR മുഖമായി മാറാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ചില വിഷയങ്ങൾ നിശബ്ദത പാലിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു സ്വതന്ത്ര പൗരനായി തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ 2020 ഒരു സ്ഥാനാർത്ഥിത്വം വന്ന സമയത്ത് ആദ്യമായി ചിന്തിച്ച സംഭവം എന്തായിരുന്നു? കാരണം 2020 NDA ഒന്നാകുന്നു, അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു.
അപ്പം ആ ഒരു സമയത്ത് ഫസ്റ്റ് വന്നൊരു തോട്ട് എന്തായിരുന്നു? ഇതിൽ രണ്ട് സന്തോഷമുള്ളത്, ഒന്ന് പല ആൾക്കാരും സംഘി എന്ന് വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ വിളിക്കുന്നത് കണക്കുള്ള ഒരു വർഗീയവാദിയല്ല ഞാൻ. പക്ഷേ നിങ്ങൾ വിളിക്കുന്ന മറ്റൊരർത്ഥത്തിലെ സംഖ്യയാണ് ഞാൻ. കാര്യം ഞാൻ രാജ്യസ്നേഹിയാണ്. ഞാൻ ഇവിടുത്തെ തെറ്റുകളെ കണ്ടാൽ എതിർക്കുന്ന ഒരാളാണ്. ഈ രാജ്യത്തെ സംസ്കാരത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. രാജ്യത്തെ സംസ്കാരപരമായിട്ടും ആത്മീയപരമായിട്ടും ഈ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളോടും ആരാധനയുള്ള ഒരാളാണ്. ഹൈന്ദവ ദേശീയ ബോധത്തോട് വലിയ സ്വീകാര്യതയുള്ള ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ബി ജെ പിയുടെ ചില നേതാക്കന്മാരുടെ ചില പ്രസ്താവനകളോ മറ്റോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഭൂരിഭാഗ ചിന്തകളിലും ഒരു ബി ജെ പിക്കാരൻ്റെ മനസ്സ് തന്നെയാണ് എനിക്കുള്ളത്. മനുഷ്യനെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭിന്നിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോട് ഒരു കാലത്തും ഞാൻ യോജിക്കാറില്ല. എനിക്ക് മനുഷ്യരെല്ലാം ഒന്നാണ്. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്തെ ജനത എന്ന് പറയുന്നത് ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, പാഴ്സിയുണ്ട്, ജൈനനുണ്ട് എന്ന് വേണ്ട ഈ രാജ്യത്ത് ഇന്ത്യൻ പൗരനായിട്ടുള്ള എല്ലാവരും എന്നെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ജനതയാണ്. ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചാലും ഞാൻ ആ ജനതയെ ഒന്നായി കണ്ടുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലകളിൽ തന്നെ ഈ ബി ജെ പിയുടെ ഒരുപാട് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും ചില കാര്യങ്ങളോട് മാത്രമായിരുന്നു എനിക്ക് എതിർപ്പുണ്ടായിരുന്നത്. ഇനി 2020 എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ തോട്ടിനോട് എത്രയോ കാലങ്ങളായിട്ട് വലിയ സ്വീകാര്യത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനൊരു സിനിമ എടുത്ത സമയത്തും ഞാൻ സാബു ജേക്കബിനോട് അങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ സിനിമ നിങ്ങളുടെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്നതാണ്, ഈ സിനിമയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കിറ്റക്സിൽ ആൾക്കാരത്തൊക്കെ കാണാൻ പറയണം എന്ന് അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പ്രമേയം സമാനമായ ആ പ്രമേയമായിരുന്നു. അതുകൊണ്ട് തന്നെ 2020 ചേരുമ്പോഴത്തേക്ക് എനിക്ക് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ പോയിട്ട് ഇപ്പോൾ ശ്രീനിവാസൻ സാറൊക്കെ 2020 ചേർന്നിട്ടുണ്ട്, സിദ്ദിഖ് സാറ് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചേരാഞ്ഞതിൻ്റെ കാര്യം ഞാനിപ്പം അവരുടെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എറണാകുളത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പോകുക എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് കൊട്ടാരക്കര എൻ്റെ നാടുണ്ട്, നാട്ടിലെ ജനതയുണ്ട്, എന്നെ അറിയാവുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു വലിയ സ്പേസ് കിട്ടണം എന്നുള്ള ചിന്ത ഇരിക്കുന്ന സമയത്താണ് NDAയിലേക്കുള്ള 2020 ലയനം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇഷ്ടപ്പെട്ട ഒരാശയം, ഓൾറെഡി ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയൊക്കെ രാജ്യം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊപ്പം ചേരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം മാത്രമാണ്. അഴിമതിരഹിതമായൊരു ഭരണം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ അത് ഈ രാജ്യത്ത് കഴിഞ്ഞ 13 വർഷം കൊണ്ട് കാഴ്ചവെച്ച ഭരണാധികാരിയാണ് ഇവിടെ ഉള്ളത്. 2020 തങ്ങൾക്ക് കിട്ടിയ അധികാര സ്ഥാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊടുത്തിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ആശയമാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പം അഖിൽമാരാരെ വിശ്വസിക്കുമെന്നല്ല പറയുന്നത്, നിങ്ങൾ ഇവരെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് അതിൽ എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ചിലപ്പം ഈ വ്യക്തികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു കഴിവില്ലായ്മയോ അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ടാവാം. അതിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്നാൽ കഴിയാവുന്നത് പരമാവധി ഞാൻ ചെയ്യും. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 സിനിമാ പ്രവർത്തകർ, 2 പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഒരു വാക്പോരിനും കൂടെ സോഷ്യൽ മീഡിയ വേദിയായി മാറിയിട്ടുണ്ട്. രമേശ് പിഷാരടിയെ വിമർശിച്ചുകൊണ്ട് താങ്കളൊരു പോസ്റ്റ് ഇടുന്നു, അതിന് തൊട്ടുപുറകെ അതിന് അദ്ദേഹം മറുപടി നൽകുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം എനിക്കൊരു പ്രശ്നമേ അല്ലല്ലോ. ഇപ്പം ഞാനൊരു 10 ദിവസം മുമ്പ് ഇപ്പം പിഷാരടി മത്സരിക്കാൻ വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം, ഇപ്പോൾ ഞാൻ ഈ കോൺഗ്രസ്സിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പരിഗണിച്ച ചില പേരുകളിലൊന്നായിരുന്നല്ലോ എൻ്റെ പേരുകളും പിഷാരടിയുടെ പേരുമൊക്കെ. അപ്പം ഞാൻ മത്സര രംഗത്തെ ഇല്ല എന്ന് ഞാൻ കേട്ട ഒരാളാണ് പിഷാരടിയുടെ പേര്. പിന്നീട് ഞാൻ അറിയുന്നത് പുള്ളിക്ക് സിറ്റിംഗ് സീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ പുള്ളി മത്സരിക്കൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളുടെ ഇൻറ്റൻഷൻ അത്ര നല്ലതല്ലല്ലോ എന്ന് ചിന്തിച്ചു. ഒരാൾക്ക് എനിക്ക് MLA ആയേ പറ്റൂ, എങ്കിൽ നിങ്ങൾ എന്നെ MLA ആക്കിയാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരാളും പാർട്ടി 100% തോക്കുന്ന ഒരു സീറ്റ് തന്നോളൂ മത്സരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ അഖിലും വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ സിനിമയിലൊന്നും ആകാതെ പോയ ഇപ്പം സംവിധായകന്മാരിൽ ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ സിനിമയിലൊന്നും ഇത്തരത്തിലുള്ള ഒരു സംവിധായകനാണ് നമ്മളെ പുനലൂരുള്ള ഒരു MA നിഷാദ്. ഇപ്പം പുള്ളിക്ക് എന്നെ അറിയത്തില്ല എന്ന് പുള്ളി പറയുന്നത് കേട്ടു. പുള്ളിക്ക് എന്നെ നല്ല ഭംഗിയായിട്ടറിയാമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ പല സുഡാപ്പി നിലപാടുകളുമുണ്ട്. ഞാൻ ഈ സുഡാപ്പി നിലപാടെന്നുള്ളത് പറയുന്നത് പുള്ളി പ്രത്യക്ഷത്തിൽ മതേതരവാദം ചമഞ്ഞുകൊണ്ട് ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ വന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് പുള്ളി പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ യോഗ്യത, അയാളേതോ സിനിമ എടുത്തു, ഈ MA നിഷാദ് ഒരു സിനിമ നിർമ്മിച്ചു, എന്നിട്ട് പുള്ളി മത്സരിച്ചെന്ന്. സിനിമ നിർമ്മിക്കാൻ കാശുണ്ടെങ്കിൽ സിനിമ നിർമ്മിക്കാൻ പറ്റും, അത് വലിയ യോഗ്യതയുള്ള കാര്യമൊന്നുമല്ല. മികച്ച സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പണിയെടുക്കാനുള്ള കഴിവ് വേറെ വേണം. പക്ഷേ സിനിമ നിർമ്മിച്ചു, അതിൻ്റെ പേരിൽ പുള്ളി കഴക്കൂട്ടത്ത് മത്സരിച്ചു, പുള്ളിക്ക് എന്തോ വലിയ യോഗ്യതയാണ്. പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെ യോഗ്യതകളെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. ഈ രാജ്യത്ത് നിയമസഭയിൽ മത്സരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരു വോട്ടവകാശമുള്ള ഇന്ത്യൻ പൗരനായാൽ മതി. 52 വയസ്സ് വരെ ഇന്ത്യ മഹാരാജ്യത്തൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്നൊരു മനുഷ്യൻ നടന്നു കയറിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. ഇന്ന് ഈ രാജ്യത്തെ 13 വർഷമായിട്ട് നയിക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് 52 വർഷം വരെ എന്താണ് യോഗ്യതയെന്ന് ചോദിച്ചാൽ അത് അയാൾ ഈ രാജ്യത്തെ ജനത്തെ അറിഞ്ഞു, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കി, ഈ രാജ്യം ഒട്ടാകെ സഞ്ചരിച്ചു,
അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന് ഈ രാജ്യത്തെ ജനതയെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതേസമയം സുഖസൗകര്യങ്ങളുടെ എല്ലാത്തിലും നിന്ന് ജീവിച്ച് ജീവിതത്തിൽ ഒരു 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 എന്താ പറയുക, ഒരു ഭക്ഷണത്തിൻ്റെ പോലും വയറ്റിൽ ഒരു ഭക്ഷണം, ഞാനൊക്കെ കുട്ടിക്കാലത്ത് എരികൾ ധാരാളമുള്ള ഭക്ഷണം കഴിച്ച ഒരാളാണ്. എനിക്ക് പിൽക്കാലത്ത് അൾസറും പൈൽസും പോലെയുള്ള അസുഖങ്ങൾ എന്നെ ബാധിക്കാനുള്ള പ്രധാന കാരണം കുട്ടിക്കാലത്ത് ഒന്നും കഴിക്കാനില്ലാത്തവൻ ഒരുപാട് മുളകും ചോറും വെളിച്ചെണ്ണയും ചേർത്ത് ഭക്ഷണം കഴിച്ചവൻ്റെ വയറും കുടലുമൊക്കെ നശിച്ചു പോയതിൻ്റെ വേദന എനിക്കറിയാൻ പറ്റും. ഈ വേദന, അതായത് ഒരു ഭക്ഷണം കഴിച്ചാൽ വയറിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലും അറിയാതെ ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ജനിച്ചു വളർന്ന രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോകുന്നതും നരേന്ദ്രമോദി വിജയിച്ച് കയറി വരുന്നതും. അതേപോലെ അഖിൽമാരാരായിക്കോട്ടെ, ഈ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, അയാളുടെ യോഗ്യതയും അയോഗ്യതയും പരിഹാസ രൂപേണ അല്ല ഇവരാരും ചർച്ച ചെയ്യപ്പെടേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ വന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായും ചോദിച്ച ചോദ്യമാണ്, 2020 സ്ഥാനാർത്ഥികളുടെ അയോഗ്യതയും യോഗ്യതയും കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രമേശ് പിഷാരിയുടെ യോഗ്യത എന്ന് പറയാൻ എന്താണ് പറയാനുള്ളത്? അങ്ങനെയാണ് ഈ പേര് തന്നെ ഇതിലേക്ക് വരുന്നത്. പിന്നീട് ഇദ്ദേഹം ഞാൻ പറയുന്നത് കേട്ടില്ല. ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾ പറയുന്നത് കേൾക്കുന്നില്ല. ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കുമ്പോഴല്ലേ പുള്ളിക്ക് അറിയാൻ പറ്റൂ ഞാൻ അയാളെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പാലക്കാട്ടെ ജനതയോടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാതെ പുള്ളി ഇപ്പോൾ പറയുകയാണ്, അഖിലിനെ ഒന്നും നമുക്ക് അല്ലെങ്കിൽ മറുപടി ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല, ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പാലക്കാട്ടെ ജനതയെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്ന് വെച്ചാൽ അഖിൽ ഇന്ന് എന്നെ കുറ്റം പറഞ്ഞാൽ നാളെ എന്നെ വാഴ്ത്തും എന്നാണ് ഉള്ളൊരു. ഞാൻ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ആരാണ് ആരുടെ പുറകെ നടന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നതെന്ന് ജീവിതത്തിൽ ഓരോരുത്തരുടെ ചെയ്തികൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പുറകെ ശിങ്കിടി കളിച്ച് നടന്ന് അയാളുടെ ഇഷ്ടം പിടിച്ചു പറ്റി സിനിമയിൽ ഡേറ്റ് ഒപ്പിച്ച് സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെ പോലെ അല്ല അഖിൽ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പൃഥ്വിരാജിനെ വിമർശിക്കുന്നത് മലയാള സിനിമയിൽ സർവൈവ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടാണോ? പിണറായി വിജയനെ വിമർശിക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? തെറ്റുകൾ കാണുമ്പം ഏഷ്യാനെറ്റിൽ നിന്ന് ജയിച്ചു വന്ന ഞാൻ ബിഗ് ബോസ് ഷോയിലെ പെൺകുട്ടികൾക്ക് ഓഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങൾ അവരെന്നോട് പറഞ്ഞപ്പോൾ സാധൈര്യം ആ ചാനലിനെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. ഇത് ലാഭത്തിന് വേണ്ടിയിട്ടാണോ? ഞാൻ ഇപ്പോൾ മലയാള സിനിമ, ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ മലയാള സിനിമയെ ഒരു സമയത്ത് ആക്ഷേപിച്ചും പരിഹസിച്ചും തിയേറ്ററിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം യൂട്യൂബർമാർക്കെതിരെ ഞാൻ അതിശക്തമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ബിഗ് ബോസിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ ആരുടെയും മറ്റേ ഇപ്പം പുള്ളിക്കൊക്കെ കോൺഗ്രസ്സുകാരനുള്ള എല്ലാ യോഗ്യതയുണ്ട്. കാര്യം നേതാക്കന്മാരുടെ ആസനം താങ്ങി നടക്കുന്നവന്മാർക്കൊക്കെ പെട്ടി താങ്ങി നടക്കുന്നവർക്ക് സീറ്റ് കിട്ടുന്ന ഒരു കാലം കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ആയതുകൊണ്ടാണ് ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്കൊന്നും സീറ്റ് കിട്ടാതെ പോയത്. ഇവിടെ KSUവിന് കുറേ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് KSUവിൻ്റെ നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അലോഷിക്ക് പോലും സീറ്റ് കിട്ടിയില്ലല്ലോ, പിന്നെ ആർക്കാടാ KSUവിന് സീറ്റ് കിട്ടിയത്? അപ്പോഴാണ് പറയുന്നത് ശരത്ചന്ദ്ര പ്രസാദിനും എൻ ശക്തനും ഒക്കെ സീറ്റ് കിട്ടി, പഴയ KSUക്കാരായിട്ട് എഴുതി കൊടുത്തേക്ക് ഇവരുടെ പേരാത്. അപ്പോൾ ഇതാണ് ഈ കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതേ പറഞ്ഞുള്ളൂ. അങ്ങനെ അപ്പം ഇത് നമ്മളിവരെ പിന്നെ ഞാനതാ പറഞ്ഞത്, ഇപ്പം NDAയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ അഭിപ്രായമായിട്ട് കേൾക്കുക, അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കളയൂ. അപ്പോൾ അതിനെ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അതിനെ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, എനിക്കെന്തോ ഇവിടെ മലമറിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനത പോയി പറഞ്ഞാൽ ഇതൊന്നും കേൾക്കാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. ഇവിടെ തൃപ്പൂണിത്തുറ സീറ്റിൽ മത്സരിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പിന്നീട് ഇത് പാലക്കാടേക്ക് മാറുകയാണ് സംഭവിച്ചത്. അപ്പോൾ രണ്ടിടത്തും ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ്സിന് ജയസാധ്യതയുള്ള സീറ്റിലേക്കാണ് വരുന്നത്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റ് ഞാൻ വന്ന് മത്സരിച്ച് നിങ്ങൾക്ക് ജയിപ്പിച്ച് തരാം എന്ന് പറഞ്ഞാൽ അത് ആ പാർട്ടിയോടും സ്നേഹവും തൻ്റെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല ഞാൻ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു, ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പം ജനം ഈ രണ്ട് പേരുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം PR വർക്ക് നടത്തി കാശ് കൊടുത്ത് കുറേ ആൾക്കാരെ കൊണ്ട് പറയിക്കാം, അല്ലെങ്കിൽ ഇപ്പം പേഴ്സണലി ഞാൻ ഇവരെ പല ആൾക്കാരെ എതിർക്കുന്നതായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വേണമെന്ന് എന്നെ 4 തെറി വിളിപ്പിക്കാം. പക്ഷേ സത്യമായി തന്നെ നിലനിൽക്കും. അഖിൽമാരാർ ഇന്നലകളിൽ ജീവിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ്. ആ അഭിപ്രായങ്ങൾ ഞാൻ ഒരിടത്തും മാറ്റിയിട്ടില്ല, ഒരാൾക്കെതിരെ പറഞ്ഞത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ആകെ എല്ലാ കാലത്തും പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെ മാത്രം ബേസ് ചെയ്ത് ഞാനൊരു സ്ഥലത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞതിനൊരു കാരണം എനിക്കുണ്ടായിരുന്നു, പോയതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യത്തെ പറഞ്ഞിട്ട് ചുമ്മാതെ ചർച്ച ചെയ്തേക്കുകയാണ്. ഈ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു രീതി പൊതുവേ ഉണ്ട്. അപ്പം അതിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. അപ്പം നിലവിലെല്ലാവരും പ്രചാരണ പരിപാടികളുമായിട്ട് തിരക്കിലാണ്. എന്താണ് പുതിയതായിട്ട് പ്രചാരണ പരിപാടിയിൽ കൊണ്ടുവരുന്നത്? ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടോ? ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം ഉണ്ണി മുകുന്ദൻ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ജീവിതയാത്രകളും എല്ലാം വെച്ചുകൊണ്ട്
ഉണ്ണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മായ ഒരു വലിയ റൈറ്റപ്സ് ആയിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അത്രയും ഉണ്ണി എഴുതിയിട്ടതാണ്. അത്രയും എഴുതിയിട്ട ഉണ്ണി എന്നെ വിളിച്ചു പറഞ്ഞു, "അഖിലേ, ഞാനത് അഖിലിനോടുള്ള ഒരു സ്നേഹം മാത്രമല്ല, ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട്." ഇപ്പോൾ ഉണ്ണിക്ക് തന്നെ അറിയാം. കാര്യം 2013 സമയം മുതൽ ഞാൻ കഥ പറയാൻ വേണ്ടി അവസരം ചോദിച്ചു പോയ കാലം മുതൽ ഇപ്പോൾ ഞങ്ങളൊരു ക്രിക്കറ്റ് ടീമിൽ, കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ക്രിക്കറ്റ് ടീമിൽ എൻ്റെ ക്യാപ്റ്റനായിട്ട് ഉണ്ണി നിൽക്കുന്ന സമയം വരെ എനിക്ക് വലിയ നല്ല രീതിയിൽ അറിയാം. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഉണ്ണി അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി. ഉണ്ണി തന്നെ പറഞ്ഞത്, "അത് ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഒരാൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ നീ ഒരു മാതൃകയാകണം, അതുകൊണ്ടാണ് എഴുതിയത്. ഞാനത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഇംഗ്ലീഷിൽ എഴുതിയത് നിന്നെ." ഇപ്പോൾ കാര്യം പുള്ളി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ബയോപിക് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള ദേശീയ BJP നേതാക്കന്മാരുമായിട്ടും ഈവൻ നരേന്ദ്രമോദി ഓഫീസുമായിട്ടൊക്കെ ഉണ്ണിക്കും ഒരു ബന്ധമുണ്ട്. ഞാനത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയത് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ളവർ കൂടി അറിയണം ഇങ്ങനെ ഒരാളിവിടെ മത്സരിക്കണം. അപ്പോൾ അത്ര സപ്പോർട്ട് ഉണ്ണി ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ണിക്ക് സമയം, ഉണ്ണിയുടെ ഷൂട്ടിനിടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ഉണ്ണി ഉറപ്പായിട്ടും വരുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരണം. പക്ഷേ ഞാൻ പല ആൾക്കാരത്തും പറഞ്ഞു, "നിങ്ങൾ ദയവ് ചെയ്തൊരു പോസ്റ്റ് പോലും എനിക്ക് വേണ്ടി ഇടരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കും. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് NDA മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ എനിക്ക് ഇതിനകത്ത് ഒരുപാട് വിഷമങ്ങളുണ്ട് ശ്രീലക്ഷ്മി. അതായത് ഞാൻ 2020-ലാണ്, അൾട്ടിമേറ്റ്ലി ഞാൻ 2020 രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇന്നലകളിൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഞാൻ ഈ 2020 ഇന്ത്യയുടെ ഭാഗമായ ആ നിമിഷം, ആ മൊമെൻറ്റിൽ അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാൾക്കാർ എല്ലാം തന്നെ ഞാൻ BJP-യുമായി ചേർന്നു എന്ന് പറഞ്ഞ് അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ദിവസം നമ്മുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുനിന്ന് നമ്മുടെ ഒരു അനിയൻ കാണാൻ വന്നപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു, "ചേട്ടാ, ഞാൻ ഇന്നൊരു പയ്യനെ നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടു" എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, "എന്താണ് കാര്യം?" അപ്പം ഞാൻ പറഞ്ഞു, "അല്ല, അവൻ ചേട്ടനെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു." ആ പയ്യനെന്ന് പറയുന്നത് SFIയുടെ ഒരു കോളേജിലെ ചെയർമാനായിട്ടൊരു പയ്യനാണ്. അവൻ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടയാണ്. അപ്പോൾ അവനെ എപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഞാൻ ചേർത്ത് പിടിക്കുക. അവനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അവന് ഞാൻ ക്രിക്കറ്റ് കിറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നൊരു പയ്യനാണ്, മിടുക്കനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് വെച്ചാൽ, ആ പയ്യൻ അവൻ എന്തിനാണ് അവന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞാനെന്ന് പറയുന്ന മനുഷ്യനെ അവനറിയാമല്ലോ. അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരാളെ അവൻ ആ മൊമെൻറ്റിൽ ഇത് പറയാനുള്ള കാരണം അത്രയും ത്തിൻ്റെ ഒരു ആധിപത്യം ഇവർക്കെല്ലാം ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ മതം അതിഭീകരമായിട്ട് പിടിച്ചുലയ്ക്കുന്നൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സെലിബ്രിറ്റികളെയോ മറ്റുള്ളവരെയോ ഞാൻ എനിക്ക് വേണ്ടി വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഇവരെയൊക്കെ അതിഭീകരമായി അറ്റാക്ക് ചെയ്യും. ഇപ്പം സെറീന ബിഗ് ബോസിൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവൾ ഒരു സ്റ്റോറിയും ഇതൊക്കെ ഇട്ടപ്പോൾ തന്നെ, "നീ ഇനി ദുബായിൽ വർക്ക് ചെയ്യുന്നെന്ന് നോക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യ കമൻറ്റുകൾ, തെറിവിളികൾ, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യട്ടെ. അതായത് കൂട്ടമായി തെറി വിളിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നാളെയിൽ നിങ്ങൾ ഇവന് പിന്തുണ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് വ്യക്തിയുടെ പ്രശ്നമല്ലത്, അത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന വിദ്വേഷമാണ്. ഇപ്പം നമ്മുടെ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട, വെടിയേറ്റ് മരണപ്പെട്ട അല്ലെങ്കിൽ വീരമൃത്യു അടഞ്ഞ രാമേന്ദ്രേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയി ഒരു ഫോട്ടോയുടെ സ്റ്റോറി ഞാൻ ഇൻസ്റ്റയിലിട്ടു. അതിൻ്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കുകയാണ്. നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് തെറി വിളിച്ചോ, ഞാൻ ആ വീട്ടിൽ പോയ ഒരു ഫോട്ടോ ഇടുമ്പം നമ്മുടെ ഈ രാജ്യത്ത് മതം നോക്കി, മറ്റേ പലരും പറയുന്ന കണക്ക്, അല്ലെങ്കിൽ മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് കൊന്ന ഒരു ഇന്ത്യൻ പൗരൻ, ഒരു മലയാളിയെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയി അവരെ കണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് പോലും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ ഫോട്ടോയുടെ ഇടയിൽ വന്ന് ഇവർ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അപകടകരമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരുത്തൻ വന്ന് അവനറിയാം അത് എൻ്റെ ഇൻസ്റ്റാ മെസ്സേജാണ്, ഒരുപക്ഷെ ഞാനത് കാണും. അപ്പം നീ കാണുന്നെങ്കിൽ അത് കണ്ടോ. അപ്പോൾ ഇവൻ പറയാതെ പറയുകയാണ് ഞങ്ങളെല്ലാം രാജ്യവിരുദ്ധരാണ്. ഇപ്പം പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇവർ സംസാരിക്കും, പഹൽഗാമിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടും ഇവർ സംസാരിക്കുന്നില്ല. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഉക്രൈന് വേണ്ടി സംസാരിക്കാനോ, ഇതൊന്നും നമുക്ക് മാറ്ററല്ല. പക്ഷേ നിങ്ങൾ ഇന്ത്യൻ ജനതയെ വെടിവെച്ച്, ഈ ഒരു മലയാളി ഒരു ഭീകരവാദി വെടിവെച്ച് കൊല്ലുമ്പോൾ ആ കുടുംബത്തിനകത്ത് നമ്മൾ പോയി ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യം? അത്ര അപകടകരമായ സാഹചര്യം കേരളത്തിൽ നേരിടുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വികാരിമാർ എന്നോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലൊരു ഭയം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? കോൺഗ്രസ് ആണ് ഇതിനെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. BJP-യെ എതിർക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ വർഗീയത ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനതയെ കൂടി ഈ കോൺഗ്രസ്സുകാർ മോശമാക്കി മാറ്റുകയാണ്. പാലക്കാട് ഡീൽ എന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം ആദ്യം സംസാരിച്ചത് കേട്ടോ. പാലക്കാട് ഡീൽ വിഷയം സംസാരിച്ചത് എന്തുകൊണ്ടായിരിക്കും ഡീൽ വിഷയം സംസാരിച്ചത്? ആദ്യത്തെ കാരണം തോൽക്കുമെന്നുള്ള പേടി. രണ്ടാമത്തെ കാരണം
CPM-ന്റെ ഒരു മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കോൺഗ്രസ്സിൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. അതായത് കോൺഗ്രസ്സിലെ ഒരു മുസ്ലിം പിഷാരടി എന്ന ഹിന്ദുവിന് വോട്ട് ചെയ്യില്ല എന്ന ഒരു കോൺഗ്രസിൻ്റെ ഭയം. ആ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ഈ മുസൽമാൻ രാഷ്ട്രീയം നോക്കിയല്ല വോട്ട് ചെയ്യുന്നതെന്നും ഈ മുസൽമാൻ മതം നോക്കി വോട്ട് ചെയ്യുമെന്നും. അപ്പോൾ ഇത് മുസ്ലിങ്ങളെ അപമാനിക്കുകയല്ലേ? കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ വോട്ട് എങ്ങനെയാണ് CPM സ്വതന്ത്രന് പോകുന്നത്? അതെ, ആ ചിന്ത ഇവർക്ക് എവിടെ നിന്ന് വരുന്നു? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു 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 മുസ്ലിം അയാളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഇവർക്ക് എന്താണ് പ്രശ്നം? രാഷ്ട്രീയം വേണ്ടേ? ഇപ്പോൾ പിണറായി ഓക്കെ, BJP എതിർക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഒന്നിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CPM-നോട് അവരുടെ സ്ഥാനാർത്ഥി ഇടരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് പിടിക്കൂ. അപ്പോൾ നമുക്കൊരു പൊതുചിത്രം വ്യക്തമാകും. നിങ്ങൾ BJP-ക്കെതിരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത്, രാജ്യത്ത് എല്ലായിടത്തും ചെയ്യുന്നതാണ്. അതിവിടെ അങ്ങനെ ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥി ഇടുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അത് എൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ മതം നോക്കി അപ്പുറത്തെ പാർട്ടിയിൽ ഒരുത്തന് വോട്ട് ചെയ്യും എന്ന ചിന്ത കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് വരുന്നെങ്കിൽ അത് മുസ്ലിം സമൂഹം ഒന്നടങ്കം അവരോട് ചോദിക്കണം. നിങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് ഇവിടെ കാണുന്നത്? ഞങ്ങളെല്ലാം നിങ്ങളുടെ അടിമകളെന്നാണോ നിങ്ങൾ കാണുന്നത്? ഞങ്ങളെല്ലാം രാഷ്ട്രീയം നോക്കാതെ മതം നോക്കി വോട്ട് ചെയ്യുന്നവരെന്നാണോ നിങ്ങളുടെ ധാരണ? ഈ ചോദ്യം ചോദിക്കേണ്ടത് ഈ നാട്ടിലെ മുസ്ലിം സമൂഹമാണ്. ഇവിടുത്തെ ഒരു മുസ്ലിമിനെയും ഹിന്ദുവിനെയും മാറ്റിക്കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ പറഞ്ഞു BJP രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടു. സത്യമാണ്, ഞാൻ ആ പറഞ്ഞതിനോട് ഇന്നും യോജിക്കുന്നു. അത് BJP ഉണ്ടാക്കിയ വിഭാഗീയതയല്ല. BJP രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം BJP-യെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇതര മതസമുദായങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. 13 വർഷം കൊണ്ട് ഒരു അപകടവും ഇവിടെ സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പം ഈ രാജ്യത്തുണ്ടായിട്ടില്ല, ഒരു കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച്, കാര്യം എന്താ, ഇനി മുസ്ലിങ്ങൾ കൂടി BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താവും? ഇന്നാട്ടിലെ ജനത്തെ തിരിച്ചറിയാതെ പ്രവർത്തിച്ചൊരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ BJP-യുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ BJP പ്രവർത്തിക്കട്ടെ. നിങ്ങൾ പൊളിറ്റിക്കലി പറ, രാഷ്ട്രീയം സംസാരിച്ചിട്ട് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകും. മതത്തെ മാറ്റി നിർത്ത്. BJP മതം പറയുന്നുണ്ടെങ്കിൽ, BJP ദേശീയത പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അടിസ്ഥാന ആശയം അങ്ങനെ തന്നെയാണ്. അല്ലാതെ അവർ നാളിതുവരെ അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സെക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. BJP-യുടെ പൊളിറ്റിക്കൽ ആശയം രാജ്യത്തെ ദേശീയ ബോധമാണ്, ഹൈന്ദവ ദേശീയ ബോധമാണ്. അപ്പോൾ പിന്നെ അവരത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പുറത്ത് മുസ്ലിം വർഗീയതയോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം ഇല്ലാതാക്കാൻ നടക്കുന്നൊരു പരിപാടി ചെയ്യരുത്. എന്തിനായാലും ശരി, നമ്മളൊരു എന്താ പറയുക, ശക്തമായ മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നൊരു മണ്ഡലം. അവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും അഖിലും പ്രതീക്ഷിക്കുന്നില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ആ വിജയം ഞങ്ങൾ ഒന്നും കൂടെ നേരെയാണ്. പറഞ്ഞ പോലെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ, തൃക്കാക്കര മണ്ഡലത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അഖിലിനും പാർട്ടിക്കും സാധിക്കട്ടെ. എല്ലാ ആശംസകളും.